ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ കൂർക്ക എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്. പക്ഷേ അത് വൃത്തിയാക്കുന്ന ബുദ്ധിമുട്ട് ഓർത്തിട്ട് പലരും അതുണ്ടാക്കുന്നതിൽ മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് കൂർക്ക ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ 1 കിലോ കൂർക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴയ പില്ലോ കവറാണ്. കോട്ടൻ്റെ പില്ലോ കവറാട്ടത്. നിങ്ങൾക്ക് ഏത് കോട്ടൻ്റെ ഡ്രസ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിച്ചിട്ട് പഴയതായിട്ടുള്ള നൈറ്റിയോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചണത്തിൻ്റെ ചാക്കാണ്. ചണച്ചാക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള എൻ്റെ ഒരു പഴയ പില്ലോ കവർ ഉപയോഗിക്കുന്നില്ലാത്തതാണ്. അപ്പോൾ കോട്ടൻ്റെ തന്നെ എടുക്കണം. അതിനുള്ളിലേക്ക് നമുക്ക് ഈ കൂർക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കൂർക്കേനെ തല്ലിയെടുക്കണം. അപ്പോൾ നല്ല സ്പേസ് ഉണ്ടാവണം കേട്ടോ. ഉള്ളിൽ നല്ല ലൂസായിട്ട് നമ്മൾ ഇതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ പിടിച്ചിട്ട് തുണി അലക്കുന്ന പോലെ പതിയെ പതിയെ തല്ലിയെടുക്കുക. ഒരുപാടിട്ട് തല്ലി അലക്കുന്ന പോലെ ചെയ്യരുത്, കൂർക്കയാകെ ചതഞ്ഞു പോവും. പതിയെ ഒരു സോഫ്റ്റായിട്ട് ഇങ്ങനെ തല്ലി എടുക്കുക. ഷഫിൾ ചെയ്ത് തല്ലിയെടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പം ചണച്ചാക്കുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. പിന്നെ തറയിലിട്ട് ചെയ്യുവാണെങ്കിൽ ഇത്തിരി കൂടെ നല്ലതായിരിക്കും. എനിക്ക് ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാനുള്ള അസൗകര്യം കൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടാണ് തല്ലിയെടുക്കുന്നത്. 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോഴേക്കും ഒരു 90% കൂർക്കയുടെ തൊലി പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ കൂർക്ക തല്ലി കഴിഞ്ഞിട്ടുണ്ട്. എന്തായി അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഏകദേശം ഒരു 90% തൊലിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴേക്കും കുറേയും കൂടെ നമുക്ക് പോവും തൊലി. ഇനി ഇത് നമുക്ക് നല്ല വണ്ണം തന്നെ കൈ ഉപയോഗിച്ച് തിരുമ്മി കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം കഴുകിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ അതിലുണ്ടാവും. അപ്പോൾ നല്ല വണ്ണം തിരുമ്മി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം തൊലി നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കൂർക്ക നന്നാക്കുന്നവർക്കറിയാം ഇതിനകത്ത് വേരൊക്കെ ഉണ്ടാവും. അത് നമ്മൾ എന്തായാലും കത്തി ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. പിന്നെ തൊലി മൊത്തം പോവാത്ത കൂർക്കകൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ആ കൂർക്കത്തൊലിയെല്ലാം നല്ലപോലെ പോയി കിട്ടും. നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ കൂർക്ക കട്ട് ചെയ്യുമ്പോൾ കയ്യിൽ ഓയിൽ, 2 കയ്യിൽ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കൂർക്ക കട്ട് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ കറ ഒട്ടും പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തിരുമ്മി എടുക്കുമ്പോൾ തന്നെ കണ്ടോ തൊലി ബാക്കിയുള്ളതും കൂടെ പോകുന്നത്. അപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് 1 കിലോ കൂർക്ക വരെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന രീതിയായിരിക്കും, എങ്കിലും എനിക്ക് അറിയാവുന്ന ഒരു അറിവ് ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കൂർക്ക ക്ലീൻ ചെയ്യാൻ ഞാനൊരു ന്യൂജൻ മെത്തേഡും കൂടെ കണ്ടുവച്ചിട്ടുണ്ട്. അത് സക്സസ് ആകുവാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാനത് 2-3 വട്ടം ട്രൈ ചെയ്ത് നോക്കട്ടെ. സക്സസ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടിപൊളി ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.